നമ്മൾ സോളിഡ് സ്റ്റേറ്റ് എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ന്യൂമറിക്കൽസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഫോർമുലാസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് എന്തൊക്കെയാണ് വരിക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിലെ ഇമ്പോർട്ടൻറ്റ് ഫോർമുലാസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനുള്ളതാണ്. ഡെൻസിറ്റി ഇസ് ഈക്വൽ ടു Z ഇൻറ്റു എം ഡിവൈഡഡ് ബൈ എ ക്യൂബ് ഇൻറ്റു എൻ എ. അതിൽ 5 ടേംസും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഡെൻസിറ്റി, D സ്റ്റാൻഡ്സ് ഫോർ ഡെൻസിറ്റി, Z സ്റ്റാൻഡ്സ് ഫോർ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ ദ യൂണിറ്റ് സെൽ, M സ്റ്റാൻഡ്സ് ഫോർ മോളാർ മാസ്, A സ്റ്റാൻഡ്സ് ഫോർ എഡ്ജ് ലെങ്ത് ആൻഡ് NA സ്റ്റാൻഡ്സ് ഫോർ അവഗാഡ്രോ നമ്പർ. ഇതാണ് ഫസ്റ്റ് ഒരു ഫോർമുല. ആ ഫോർമുലേനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് വരാം, Z കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് വരാം, ചിലപ്പോൾ മൊളാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് വരും, ചിലപ്പോൾ എഡ്ജ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ്, അങ്ങനെ പല രീതിയിൽ വരാറുണ്ട്. നെക്സ്റ്റ്, നമ്പർ ഓഫ് ഒക്ടാഹിഡ്രൽ വോയിഡ്സ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ആറ്റംസ് പ്രസൻറ്റ് ഇൻ ദ ക്ലോസ് പാക്ഡ് അറേഞ്ച്മെൻറ്റ്, ആൻഡ് number of tetrahedral void is equal to number of octahedral void into 2. 2 into number of octahedral voids ആണ് വരിക. So 2 into number of atoms in the packing. അപ്പോൾ എത്ര octahedral voids ഉണ്ടോ അതിൻ്റെ ഇരട്ടി number of tetrahedral voids ഉണ്ടായിരിക്കും എന്ന് മനസ്സിലാക്കണം. And number of atoms in the packing is equal to number of octahedral voids. അതാണ് രണ്ടാമത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കാനുള്ള ഒരു ഫോർമുല. നെക്സ്റ്റ്, ഫോർ സിമ്പിൾ ക്യൂബിക് യൂണിറ്റ് സെൽ edge length A is equal to 2 into radius 2 into R, or R is equal to, R എന്ന് പറയുന്നത് ആ ആറ്റത്തിൻ്റെ റേഡിയസ് ആണ്, A by 2. For FCC, A is equal to 2 root 2 R, or R is equal to A by 2 root 2. And for body centered unit cell, A is equal to 4R by root 3, or R is equal to root 3A by 4. അപ്പോൾ ഇത്രയും ഫോർമുലാസ് പഠിച്ചു വെച്ചാൽ തന്നെ നമുക്ക് ഒരുവിധം എല്ലാ പ്രോബ്ലംസും ചെയ്യാവുന്നതാണ്. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. First question, a compound formed by element A and B has cubic structure in which A atoms are present at the corners of the cube and B atoms are present at the face centers. Derive the formula of the compound. അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എ എന്ന് പറയുന്നത് കോർണേഴ്സിലാണ്, ബി എന്ന് പറയുന്നത് ഫേസസിലാണ്. എന്നാൽ ആ കോമ്പൗണ്ടിൻ്റെ ഫോർമുല ഡിറൈവ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. So, as atom A are present at the 8 corners of the cube, number of atoms of A in the unit cell is equal to 1 by 8 into 8. അതിൻ്റെ കാരണം എന്താ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞതാണ്. കോർണറിലുള്ള ഒരു ആറ്റം എന്ന് പറയുന്നത് അതിൻ്റെ 1/8 പോർഷൻ മാത്രമേ ആ യൂണിറ്റ് സെല്ലിന് കിട്ടുന്നുള്ളൂ. സോ ഈച്ച് കോർണർ ഈസ് ഷെയർഡ് ബൈ 8 സച്ച് യൂണിറ്റ് സെൽ. കോർണറിലുള്ള ആറ്റത്തിന് 8 യൂണിറ്റ് സെൽസ് ഷെയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഒരു യൂണിറ്റ് സെല്ലിന് അതിൻ്റെ 1/8 പോർഷൻ മാത്രമേ കിട്ടുള്ളൂ. സോ 1/8 അങ്ങനത്തെ 8 കോർണേഴ്സ് ഉണ്ട്. 8 കോർണേഴ്സിലും 1/8 പോർഷൻ നമുക്ക് കിട്ടും. സോ 1/8 ഇൻറ്റു 8 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അങ്ങനെ ഒന്നിച്ചു നോക്കുമ്പോൾ നമുക്ക് ഒരു ആറ്റം അവിടെ കിട്ടുകയാണ്. As B atoms are present at the face center of the 6 faces of the cube, the number of atoms of the B in the unit cell is equal to 1 by 2 into 6, that is equal to 3. ഫേസിലുള്ള ഒരു ആറ്റം എന്ന് പറയുന്നത് 2 യൂണിറ്റ് സെൽസ് ആണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഒരു യൂണിറ്റ് സെല്ലിന് അതിൻ്റെ ഹാഫ് പോർഷനേ കിട്ടുള്ളൂ. അങ്ങനത്തെ 6 ഫേസസ് ഉണ്ടായിരിക്കും. സോ 1 by 2 into 6 that is equal to 3 എന്ന് കിട്ടും. സോ the ratio of atom A and B is equal to 1:3. That is, the formula of the compound is AB3. A atom 1 B atom 3 എണ്ണമാണ് ഉള്ളത്. So formula is AB3. Next, second question, a cubic solid is made up of 2 elements X and Y. Atom Y are present the corners of the cube and atom B at the body center. What is the formula of the compound? What are the coordination number of X and Y? Coordination number എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് നിൽക്കുന്ന എത്ര ആറ്റംസ് ഉണ്ട് അതിനെയാണ് അതിൻ്റെ കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ എക്സിനോടും വൈനോടും തൊട്ട് നിൽക്കുന്ന എത്ര ആറ്റംസ് ഉണ്ടോ അതാണ് അതിൻ്റെ കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത്. As atom Y are present at the 8 corners of the cube, therefore the number of atoms of Y in the unit cell is equal to 1 by 8 into 8. അത് നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞതാണ്. കോർണേഴ്സ് ആണെങ്കിൽ 1/8 പോർഷനേ കിട്ടുള്ളൂ. 1/8 into 8 that is equal to 1. As atom X are present at the body, number of atoms of X in the unit cell is equal to 1.
ആ ബോഡിയിലുള്ള ആറ്റം ഫുള്ളായിട്ട് ആ യൂണിറ്റ് സെല്ലിന് കിട്ടും. അതുകൊണ്ട് 1 ആറ്റം കംപ്ലീറ്റ്ലി ബിലോങ്സ് ടു ദാറ്റ് യൂണിറ്റ് സെൽ. സോ x is equal to 1. Hence the formula of the compound is xy. Coordination number of each of x and y is equal to 8. കാരണം x is in contact with 8 neighboring spheres and y is also in contact with 8 neighboring spheres. So the coordination number is 8. Next, third question. In an ionic compound, the anion N form cubic closed type of packing while the cation M occupy 1/3 of the tetrahedral void. Deduce the empirical formula of the compound and the coordination number of M ions. അപ്പോൾ ഇവിടെ നമ്മൾ ടെട്രാഹിഡ്രൽ വോയിഡ്സ് ആൻഡ് ഒക്ടാഹിഡ്രൽ വോയിഡ്സിൻ്റെ ആ ഫോർമുലയാണ് അപ്ലൈ ചെയ്യേണ്ടത്. സപ്പോസ് ദ നമ്പർ ഓഫ് ആനയോൺ ഈസ് ഈക്വൽ ടു എൻ. നമ്മൾ ഇമാജിൻ ചെയ്യാണ് ആനയോൺ ഈസ് ഈക്വൽ ടു എൻ ആണ് എന്ന് വിചാരിക്കാം. ടെട്രാഹിഡ്രൽ വോയിഡ്സിൻ്റെ എണ്ണം അപ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു 2n. ഇരട്ടി നമ്പർ ഓഫ് ടെട്രാഹിഡ്രൽ വോയിഡ്സ് ആയിരിക്കും ഉണ്ടാവുക. നമ്പർ ഓഫ് കാറ്റയോൺ ഈസ് ഈക്വൽ ടു 1/3 ആണ് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. 1/3 ഓഫ് ടെട്രാഹിഡ്രൽ വോയിഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. സോ 1/3 ഇൻറ്റു 2n ദാറ്റ് ഈസ് ഈക്വൽ ടു 2n/3 എന്ന് കിട്ടും. റേഷ്യോ ഓഫ് കാറ്റയോൺ ആൻഡ് ആനയോൺ ഈസ് ഈക്വൽ ടു 2n/3 is to n. 2n stands for number of cations and n stands for number of anions. So 2n is to 3n എന്ന് കിട്ടും. That is equal to 2 is to 3. Hence the formula of the compound is M2N3. M എന്ന് പറയുന്ന അയോൺ 2 എണ്ണവും n എന്ന് പറയുന്ന അയോൺ 3 എണ്ണവുമാണ് ഉള്ളത്. ആ റേഷ്യോ കണ്ടാൽ നമുക്കത് വ്യക്തമാണ്. So M2N3. Each tetrahedral void is surrounded by 4 ions. Hence coordination number of M ion is equal to 4. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ് ടെട്രാഹിഡ്രൽ വോയിഡ് 4 സ്ഫിയേഴ്സ് കൂടി ചേരുമ്പോൾ വരുന്ന ആ ഗ്യാപ്പിനെയാണ് നമ്മൾ ടെട്രാഹിഡ്രൽ വോയിഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ ടെട്രാഹിഡ്രൽ വോയിഡിൻ്റെ തൊട്ടടുത്ത് 4 സ്ഫിയേഴ്സ് ആയത് കാരണം അതിൻ്റെ കോർഡിനേഷൻ നമ്പർ ഈസ് ഈക്വൽ ടു 4. Next question. A face-centered cubic element, atomic mass is 60. Question കൊടുത്തിട്ടുണ്ട്. Has cell edge of 400 picometer. What is its density? അപ്പോൾ ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു പ്രോബ്ലം ആണിത്. അതിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചതാണ്. സോ ഇവിടെ ഫേസ് സെൻറ്റേർഡ് ക്യൂബിക് എലമെൻ്റ് ആണെന്ന് പറയുന്നുണ്ട്. സോ z is equal to 4. For FCC z is equal to 4. അതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തതാണ്. For FCC z is equal to 4. അപ്പോൾ BCC z is equal to 2 and for simple cubic z is equal to 1. അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. സോ ഇവിടെ FCC ആയതുകൊണ്ട് z is equal to 4. സോ ഡെൻസിറ്റീൻ്റെ ഇക്വേഷൻ നോക്കാം. d is equal to z into m divided by a cube into na. അവിടെ നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട് z is equal to 4 ആണ് ഇൻറ്റു മൊളാർ മാസ് 60 കൊടുത്തിട്ടുണ്ട് ഡിവൈഡഡ് ബൈ എ ക്യൂബ് 400 പൈക്കോമീറ്ററിനെ 10⁻⁻10 സെൻറ്റിമീറ്റർ ആക്കി എന്നിട്ട് അതിൻ്റെ ക്യൂബ് എടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇൻറ്റു 6.02. അപ്പോൾ 400 ഇൻറ്റു 10⁻10 സെൻറ്റിമീറ്റർ ഹോൾ ക്യൂബ് എന്നാണ് വരിക. അപ്പോൾ ഇവിടെ ഹോൾ ക്യൂബ് ആക്കണം കേട്ടോ. 400 ഇൻറ്റു 10⁻10 സെൻറ്റിമീറ്റർ ഹോൾ ക്യൂബാണ് വരിക. ഇൻറ്റു 6.02 ഇൻറ്റു 10⁻23 പാർട്ടിക്കിൾസ് ആണ്, അവഗാഡ്രോ നമ്പർ ആണ്. സോ ഫൈനൽ ആൻസർ is 6.23 gram per centimeter cube. അപ്പോൾ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമാണ് ഇവിടെ വരുന്നത്, വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും വരുന്നില്ല. നെക്സ്റ്റ് നമുക്ക് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. An element occur in BCC structure with cell edge of 288 picometer. The density of the element is 7.2 gram per centimeter cube. How many atoms of the element does 208 gram of the element contain? അപ്പോൾ അവിടെ ഡെൻസിറ്റി തന്നിട്ടുണ്ട്, BCC സ്ട്രക്ചർ ആണെന്ന് കൊടുത്തിട്ടുണ്ട്, എൻ്റെ വാല്യൂ അതായത് സെൽ എഡ്ജ് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളോട് കാണാൻ പറഞ്ഞത് ഹൗ മെനി ആറ്റംസ് ഓഫ് ദ എലിമെൻറ്റ് ഡസ് 208 gram ഓഫ് ദ എലിമെൻറ്റ് കണ്ടെയ്ൻ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത് നോക്കാം. ഫോർ BCC z is equal to 2 നമ്മൾ പഠിച്ച കാര്യമാണ്. എഡ്ജ് ലെങ്ത് ഓഫ് ദ യൂണിറ്റ് സെൽ ഈസ് 288 picometer. Density is 7.2 gram per centimeter cube. So according to the equation d is equal to z into m divided by a cube into na, നമ്മൾ ചെയ്യേണ്ടത് തന്ന വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മൊളാർ മാസ് ആണ് നമുക്ക് അറിയാത്തത്. അപ്പോൾ 7.2 gram per centimeter cube is equal to 2 into molar mass divided by a cube
ഇൻറ്റു അവഗാഡ്രോ നമ്പർ. എ ക്യൂബ് 288 ഇൻറ്റു 10⁻⁻10 സെൻറ്റിമീറ്റർ, അതിൻ്റെ ക്യൂബ് എടുക്കുക. പിന്നെ അവഗാഡ്രോ നമ്പറും അപ്ലൈ ചെയ്യുക. സോ എം ഇസ് ഈക്വൽ ടു 51.8 ഗ്രാം പെർ മോൾ എന്ന് കിട്ടും. ഇനി നമ്മൾ മോൾ കൺസെപ്റ്റ് ആണ് ഇവിടെ ഓർത്തെടുക്കേണ്ടത്. ബൈ മോൾ കൺസെപ്റ്റ് 51.8 ഗ്രാം ഓഫ് ദ എലിമെൻറ്റ് കണ്ടെയ്ൻസ് 6.02 ഇൻറ്റു 10⁻23 ആറ്റംസ്. നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണ് മോൾ കൺസെപ്റ്റ്. അപ്പോൾ അതിൻ്റെ മൊളാർ മാസ് എത്രയാണോ ദാറ്റ് അത്രയും നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും. അപ്പോൾ 51.8 ഗ്രാമിൽ 6.02 ഇൻറ്റു 10⁻23 ആറ്റംസ് ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ 1 ഗ്രാമിൽ എത്ര ഉണ്ടായിരിക്കും? 1 ഗ്രാം ഓഫ് ദ എലമെൻറ്റ് കണ്ടെയ്ൻ ആ 51.8 ഈ 6.02 ഇൻറ്റു 10⁻23 താഴെ വരും. അതായത് 6.02 ഇൻറ്റു 10⁻23 ഡിവൈഡഡ് ബൈ 51.8 അത്രയാണ് 1 ഗ്രാമിൽ ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ 208 ഗ്രാമിൽ എത്ര ഉണ്ടാവും? സോ മൾട്ടിപ്ലൈഡ് വിത്ത് 208. അതാണ് നമ്മളിവിടെ ചെയ്തത്. ആദ്യം നമ്മൾ 1 ഗ്രാമിൻ്റെ എത്രയാണ് മനസ്സിലാക്കുക. 1 ഗ്രാമിൻ്റെ 6.02 ഇൻറ്റു 10⁻23 ഡിവൈഡഡ് ബൈ 51.8 ആണ്. അങ്ങനെയാണെങ്കിൽ 208 ഗ്രാമിൻ്റെ മൾട്ടിപ്ലൈഡ് വിത്ത് 208. അപ്പോൾ ഫൈനൽ ആൻസർ ഈസ് 24.17 ഇൻറ്റു 10⁻23 ആറ്റംസ്. ഇത്രയാണ് നമ്മളുടെ ലാസ്റ്റ് ആൻസർ കിട്ടുക. അടുത്തത് 6th ക്വസ്റ്റ്യൻ. ദ ഡെൻസിറ്റി ഓഫ് പൊട്ടാഷ്യം ബ്രോമൈഡ് ഈസ് 2.75 ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബ്. The length of edge of the unit cell is 654 picometer. Predict the type of the cubic lattice to which unit cell of KBr belong. ഇവിടെ അവഗാഡ്രോ നമ്പറും കൊടുത്തിട്ടുണ്ട്, അറ്റോമിക് മാസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് Z ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അക്കോർഡിംഗ് ടു ദി ഇക്വേഷൻ D is equal to Z into M by A cube into NA. So Z is equal to D into A cube into NA divided by M. Just ആ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്തു, സെഡിൻ്റെ ടേംസിൽ എഴുതിയെന്നേ ഉള്ളൂ. ഇനി നമുക്ക് കിട്ടിയ വാല്യൂസ് കംപ്ലീറ്റ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡീൻ്റെ വാല്യൂ 2.75 ആണ്, A 654 ആണ്, ഇൻറ്റു 10⁻⁻10 എന്ന് എഴുതുക. ഹോൾ ക്യൂബ് എടുക്കുക, A ക്യൂബ് ആണല്ലോ കാണേണ്ടത്, ഇൻറ്റു അവഗാഡ്രോ നമ്പർ 6.023 ഇൻറ്റു 10⁻23 ഡിവൈഡഡ് ബൈ M. M കാണാനാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ അറ്റോമിക് മാസ് ഓഫ് പൊട്ടാഷ്യം ആൻഡ് ബ്രോമിൻ കൊടുത്തിട്ടുണ്ട്. അത് രണ്ടും ആഡ് ചെയ്യുക, കാരണം ഫോർമുല ഇസ് KBr. ഒരു പൊട്ടാഷ്യവും ഒരു ബ്രോമിനും ആണുള്ളത്. സോ 39 + 80 അത്രയും ചെയ്യുമ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടും. 3.89 ആണ് ആൻസർ കിട്ടുക, വിച്ച് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 4. 4 ഏത് സെഡിൻ്റെ വാല്യൂ 4 ആണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇറ്റ് ഈസ് FCC. അപ്പോൾ നമുക്കതൊന്ന് പ്രഡിക്റ്റ് ചെയ്യാവുന്നതാണ് FCC ആണ് എന്നുള്ളത്. അടുത്ത 7th ക്വസ്റ്റ്യൻ. An element X with an atomic mass of 60 gram per mole has density 6.23 gram per centimeter cube. If the edge length of its unit cell is 400 picometer, identify the type of cubic unit cell. Calculate the radius of an atom of this element. അപ്പോൾ നമുക്ക് Z കാൽക്കുലേറ്റ് ചെയ്യണം. Z കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് A അല്ലെങ്കിൽ R കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ കിട്ടും. സോ Z ഈസ് ഈക്വൽ ടു D ഇൻറ്റു A ക്യൂബ് ഇൻറ്റു NA ഡിവൈഡഡ് ബൈ M. അവിടെ കിട്ടിയ വാല്യൂസ് കംപ്ലീറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡീൻ്റെ സ്ഥലത്ത് 6.23 വരും, എൻ്റെ സ്ഥലത്ത് 400 ഇൻറ്റു 10⁻⁻10 അതിൻ്റെ ഹോൾ ക്യൂബ് എടുക്കുക. എൻ്റെ സ്ഥലത്ത് 6.023 ഇൻറ്റു 10⁻23 വരും. എമ്മിൻ്റെ സ്ഥലത്ത് 60, അത് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. അറ്റോമിക് മാസ് 60 ആണ്. ആ വാല്യൂസൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് സെഡിൻ്റെ വാല്യൂ 4 ആണ് കിട്ടുക. 4 ആണെങ്കിൽ FCC ആണ്, നമ്മൾ പഠിച്ച കാര്യമാണ്. സോ ഹെൻസ് ഇറ്റ് ഈസ് FCC. ഫോർ FCC R ഈസ് ഈക്വൽ ടു A by 2√2. സോ 400 ഇൻറ്റു 2 ഇൻറ്റു √2ൻ്റെ വാല്യൂ ആണ് 1.414. അത്രയും ചെയ്യുമ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ R ഈസ് ഈക്വൽ ടു 141.4 പൈക്കോമീറ്റർ. R എന്ന് പറയുന്നത് എന്താണ്? റേഡിയസ് ഓഫ് ആൻ എലിമെൻറ്റ് ഓഫ് റേഡിയസ് ഓഫ് ആൻ ആറ്റം ഓഫ് ദിസ് എലിമെൻറ്റ്. അതാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ അതിന് നമ്മൾ ആദ്യം Z എന്താണെന്ന് മനസ്സിലാക്കി, FCC ആണെന്ന് മനസ്സിലാക്കി. അതിനുശേഷമാണ് ആ ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നത്. തുടക്കത്തിൽ ഞാൻ ആ ഇക്വേഷൻസ് പറഞ്ഞിരുന്നു, ഇമ്പോർട്ടൻറ്റ് ഫോർമുലാസ് എന്ന് പറഞ്ഞിട്ട് സിമ്പിൾ ക്യൂബിക്കിൻ്റെയും FCCൻ്റെയും ബോഡി സെൻറ്റേർഡിൻ്റെയും Rഉം Aയും കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്തത്. നെക്സ്റ്റ് 8th ക്വസ്റ്റ്യൻ. A compound forms hexagonal close packed structure.
What is the total number of voids in 0.5 mole of it? How many of these are tetrahedral voids? അപ്പോൾ നമ്മളിവിടെ ടെട്രാഹിഡ്രൽ വോയിഡ്സിൻ്റെ എണ്ണം കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്പർ ഓഫ് ആറ്റംസ് ഇൻ ക്ലോസ് പാക്കിംഗ് ഇസ് ഈക്വൽ ടു 0.5 മോൾസ്. അപ്പോൾ നമ്പർ ഓഫ് ആറ്റംസ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ 0.5 ഇൻറ്റു അവഗാഡ്രോ നമ്പറായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. So number of atoms in 0.5 mole is equal to 0.5 into 6.023 into 10 raised to 23. That is equal to 3.011 into 10 raised to 23 particles ഉണ്ടായിരിക്കും. അപ്പോൾ 0.5 മോളിൽ 3.011 into 10 raised to 23 particles ഉണ്ട്. നമ്പർ ഓഫ് ഒക്ടാഹിഡ്രൽ വോയിഡ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ആറ്റംസ് ഇൻ ദ പാക്കിംഗ്. അത് നമ്മൾ ഇമ്പോർട്ടൻറ്റ് ഫോർമുലാസ് എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ ഞാൻ പറഞ്ഞതായിരുന്നു. അപ്പോൾ നമ്പർ ഓഫ് ഒക്ടാഹിഡ്രൽ വോയിഡ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ആറ്റംസ് ഇൻ ദ പാക്കിംഗ്. അപ്പോൾ നമ്പർ ഓഫ് ഒക്ടാഹിഡ്രൽ വോയിഡ്സ് എന്ന് പറയുന്നത് 3.011 ഇൻറ്റു 10 raised to 23 ആണെന്ന് ക്ലിയർ ആണ്. Number of tetrahedral void is equal to number of 2 into number of atoms in the packing. അല്ലെങ്കിൽ 2 into number of octahedral voids. That is equal to 2 into 3.011 into 10 raised to 23. എന്താ ഇങ്ങനെ ചെയ്തതെന്ന് മനസ്സിലായിട്ടുണ്ടാവും. 2 into number of octahedral voids ആണ് ചെയ്യേണ്ടത്. ഒക്ടാഹിഡ്രൽ വോയിഡ്സിൻ്റെ എണ്ണം നമ്മൾ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ ദ പാക്കിംഗ് എന്ന് കിട്ടിക്കഴിഞ്ഞു. ദാറ്റ് ഈസ് 3.011 ഇൻറ്റു 10 raised to 23. അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ടെട്രാഹിഡ്രൽ വോയിഡ്സിൻ്റെ എണ്ണം കിട്ടും. ദാറ്റ് ഈസ് 6.023 ഇൻറ്റു 10 raised to 23. സോ ടോട്ടൽ നമ്പർ ഓഫ് വോയിഡ്സ് ഇസ് ഈക്വൽ ടു ടെട്രാഹിഡ്രൽ വോയിഡ്സിൻ്റെ എണ്ണം പ്ലസ് ഒക്ടാഹിഡ്രൽ വോയിഡ്സിൻ്റെ എണ്ണം. അത് രണ്ടും നമ്മൾ ആഡ് ചെയ്യുകയാണ് ചെയ്തത്. ഒക്ടാഹിഡ്രൽ വോയിഡ്സ് 3.011 ഇൻറ്റു 10 raised to 23 ആണ്. ടെട്രാഹിഡ്രൽ വോയിഡ്സ് 6.023 ഇൻറ്റു 10 raised to 23 ആണ്. അത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ 9.033 ഇൻറ്റു 10 raised to 23. അപ്പോൾ അതാണ് നമ്മുടെ ലാസ്റ്റ് ആൻസർ വരുന്നത്. അടുത്ത 9th question. Silver crystallizes in FCC lattice. If the edge length of the cell is 4.077 into 10 raised to minus 8 centimeter cube and density is 10.5 gram per centimeter cube, calculate the atomic mass of the silver. അപ്പോൾ atomic mass M കാണാനുള്ള ക്വസ്റ്റ്യൻ ആണിത്. സോ M നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക എങ്ങനെയായിരുന്നു? M is equal to D into A cube into NA divided by Z. ഡെൻസിറ്റീൻ്റെ ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് എമ്മിൻ്റെ ഇക്വേഷൻ കിട്ടുക. ദാറ്റ് ഈസ് ഈക്വൽ ടു കിട്ടിയ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡെൻസിറ്റീൻ്റെ സ്ഥലത്ത് 10.5 വരും. എ ക്യൂബിൻ്റെ സ്ഥലത്ത് 4.077 ഇൻറ്റു 10 raised to minus 8 അതിൻ്റെ ക്യൂബ് എടുക്കുക. എന്നേൻ്റെ സ്ഥലത്ത് അവഗാഡ്രോ നമ്പർ 6.02 ഇൻറ്റു 10 raised to 23 വരും. സെഡിൻ്റെ സ്ഥലത്ത് 4 വരും. കാരണം എന്താണ്? ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട് ഇറ്റ് ഈസ് FCC. ആൻഡ് ഫൈനൽ ആൻസർ ഈസ് 107.09 gram per mole ആണ് നമുക്ക് മൊളാർ മാസ് കിട്ടുക. കാൽക്കുലേറ്റ് ദ അറ്റോമിക് മാസ് എന്നാണല്ലോ ചോദിച്ചത്. അപ്പോൾ 107.09 gram per mole. Next 10th question. Gold atomic mass is 0.144 nanometer. Crystallizes in FCC. What is the length of the side of cell? For FCC A is equal to 2 root 2 R. അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ടത് 2 ഇൻറ്റു റൂട്ട് 2ൻ്റെ വാല്യൂ കൊടുക്കുക. അവിടെ അത് കൊടുത്തിട്ടില്ല. അത് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് 2 ഇൻറ്റു റൂട്ട് 2 ഇൻറ്റു ആറിൻ്റെ വാല്യൂ ഇവിടെ കൊടുത്തിട്ടുണ്ട് 0.144 നാനോമീറ്റർ. അത് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് 2 ഇൻറ്റു റൂട്ട് 2 ഇൻറ്റു 0.144 ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ റൂട്ട് 2ൻ്റെ വാല്യൂ ഇവിടെ ടൈപ്പ് ചെയ്യാൻ വിട്ടിട്ടുണ്ട്. നിങ്ങൾ ചെയ്യുമ്പോൾ അതും കൂടി അതിൻ്റെ കൂടെ ചേർക്കണം. സോ വി ഗെറ്റ് 0.407 നാനോമീറ്റർ. Next question. If 3 elements P, Q and R crystallizes in the cubic solid lattice with P atoms at the corners, Q atoms at the cube center and R atoms at the face of the cube, then write the formula of the compound. Simple ആണ്. P cornersലാണ്, Q centerലാണ്, R faceലാണ്. So atom P per unit cell is equal to 1/8 into 8. കാരണം എന്താ? അത് കോർണേഴ്സിലാണ്. സോ 1/8 into 8. സോ ഈസ് ഈക്വൽ ടു 1. അപ്പോൾ P ആറ്റം ഒന്നേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക. ആറ്റം Q per unit cell is equal to 1. കാരണം ബോഡിയിലാണ്. സോ ദാറ്റ് കംപ്ലീറ്റ്ലി ബിലോങ്സ് ടു ദ യൂണിറ്റ് സെൽ.
സോ ക്യൂ ആറ്റം ഒന്നാണുള്ളത്. ദെൻ ആർ ആറ്റം ആർ പെർ യൂണിറ്റ് സെൽ ഇസ് ഇക്വൽ ടു ഹാഫ് ഇൻറ്റു 6 ദാറ്റ് ഈസ് ഇക്വൽ ടു 3. അത് വരാൻ കാരണം ഇത് ഫേസിലാണുള്ളത്. ഫേസ് എന്ന് പറയുന്നത് ഒരു ആറ്റത്തിൻ്റെ ഹാഫ് പോർഷനേ ഒരു യൂണിറ്റ് സെല്ലിന് കിട്ടുള്ളൂ. അങ്ങനത്തെ 6 ഫേസസ് ഉണ്ടായിരിക്കും. സോ ഹാഫ് ഇൻറ്റു 6 ദാറ്റ് ഈസ് ഇക്വൽ ടു 3. ഹെൻസ് ദ ഫോർമുല ഈസ് പി ക്യു ആർ 3. പി 1 ക്യു 1 ആർ 3 അതുകൊണ്ട് പി ക്യു ആർ 3 എന്ന് വരും. അപ്പോൾ നമ്മളിന്ന് 11 പ്രോബ്ലംസാണ് ഡിഫറെൻറ്റ് ഇക്വേഷൻസ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ബാക്കി ഇനി നിങ്ങൾ കുറേ പ്രോബ്ലംസ് ടെക്സ്റ്റിലുണ്ട്. അതൊക്കെ വർക്കൗട്ട് ചെയ്യുമ്പോൾ കാര്യങ്ങൾ കുറച്ചും കൂടിയും ക്ലിയർ ആവും.